തനിക്കെതിരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പരാതി നൽകിയ UDF-ന്റേത് സങ്കുചിത മനസ്സാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് സ്റ്റേഡിയം പദ്ധതി നവംബറിൽ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ച കാര്യമാണ്. കോഴിക്കോട്ടേക്ക് വരുന്ന പദ്ധതി മുടക്കാൻ MP തന്നെ നേതൃത്വം നൽകുകയാണെന്നും മുഹമ്മദ് റിയാസ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ചാ വിഷയമാകുന്നത് മന്ത്രി PA മുഹമ്മദ് റിയാസും LDF സ്ഥാനാർത്ഥി എളമരം കരീമും പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന UDF-ന്റെ ആരോപണമാണ്. അത് വിശദീകരിക്കാൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് തന്നെ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നു. മിനിസ്റ്ററെ, എന്തായാലും ഇപ്പോൾ പുതിയൊരു ആരോപണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. എങ്ങനെയാണ് ആ ഒരു ആരോപണത്തെ കാണുന്നത്? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു. UDF MPക്ക് 15 കൊല്ലം നടത്തിയ വികസനത്തെക്കുറിച്ചൊന്നും പറയാനില്ല. LDF സർക്കാർ കേരളത്തിൽ ഭരണം നടത്തിയ ഘട്ടങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്താകെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ള പ്രദേശങ്ങളിൽ ഒട്ടേറെ വികസന പ്രവർത്തനം നടത്തി. ഇപ്പോൾ കായിക പ്രേമികളുടെ യോഗത്തിൽ അവരുടെ ദീർഘകാലത്തെ ആഗ്രഹമായ സ്റ്റേഡിയം നേരത്തെ തന്നെ വളരെ നേരത്തെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച കാര്യം പറയുന്നു. അതിലിപ്പോൾ വേറെന്താ തെറ്റുള്ളത്? ഇവിടുത്തെ സിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ഭാഗമായുള്ള റോഡുകളുടെ കാര്യം പറയുന്നു. NH-66 വികാസത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടൽ പറയുന്നു. അപ്പോൾ അതിലിപ്പോൾ ഒന്നും പറയാനില്ലാത്തവർക്ക്, വികസനത്തെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്തവർക്ക് ബേജാറുണ്ടാവും. അവർ ബേജാറായി നിന്നോട്ടെ. കോഴിക്കോടിൻ്റെ ദീർഘകാലത്തെ ആഗ്രഹമാണ് ഒരു സ്റ്റേഡിയം. ആ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ആരൊക്കെ അള്ളു വെക്കാൻ ശ്രമിച്ചാലും ഞങ്ങളത് നടപ്പിലാക്കും, സർക്കാർ നടപ്പിലാക്കും. ഈ UDF ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആ കഴിഞ്ഞ പ്രസംഗത്തിൽ നടന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന കായികപരമായ സംവാദത്തിൽ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് ആരോപിക്കുന്നത്. അല്ല, ആരോപിക്കുക എന്തോ ആരോപിച്ചൂടെ? നിങ്ങൾക്കൊക്കെ അറിയാം, പത്രത്തിലൊക്കെ വാർത്ത വന്നല്ലേ നേരത്തെ സ്റ്റേഡിയം വരാൻ വേണ്ടി പോകുന്നു. നവംബർ മാസം 9, 2023 മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ തിരുവനന്തപുരത്ത് വെച്ച് പ്രഖ്യാപിച്ചാണ്. അന്ന് പത്രവാർത്ത ഉണ്ട്. നവംബർ 10 പത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാം. ആരോപണം ഇപ്പോൾ എന്തും ഉന്നയിക്കാമല്ലോ. UDF ഉന്നയിക്കുന്ന ആരോപണം മുഴുവൻ വിശ്വസിക്കുകയാണെങ്കിൽ LDF-ന് കേരളത്തിൽ കെട്ടിവെച്ച പൈസ എവിടെയും കിട്ടും. അപ്പോൾ അതവരുന്നയിക്കും. അതൊക്കെ ജനങ്ങൾക്കറിയാം. സ്പോർട്സ് പ്രേമികൾക്ക് അടുത്ത പ്രതിഷേധത്തിലാണ്. കോഴിക്കോട്ടേക്ക് വരുന്ന ഒരു പദ്ധതിയെ മുടക്കാൻ വേണ്ടി ഒരു MP തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതിൽ കടുത്ത പ്രതിഷേധമുണ്ട്. ഇതിലെല്ലാവരും ഒന്നിക്കേണ്ട വിഷയമല്ലേ? എല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കേണ്ട വിഷയമാണ് കോഴിക്കോടിൻ്റെ ഒരു സ്റ്റേഡിയം എന്നുള്ളത്. അതിനെന്തിനത്ര ബേജാറ്? ഒരു സ്റ്റേഡിയം കോഴിക്കോട്ട് വരുന്നതിന് ദുഃഖിക്കുകയാണ് ചെയ്യേണ്ടത്, സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? അത് നേരത്തെ പ്രഖ്യാപിച്ചൊരു സ്റ്റേഡിയം. അപ്പോൾ സങ്കുചിത മനസ്സോടുകൂടി, രാഷ്ട്രീയ മനസ്സോടുകൂടി കാര്യങ്ങൾ കാണരുത്. അതാണ് ഇതിൽ പറയാനുള്ളത്. പൊതുവായിട്ട് കേരളത്തിൻ്റെ തീർച്ചയായിട്ടും അല്ല, ഇതും കൂടി മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ പൊതുവായിട്ട് LDF-ന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? LDF തൂത്തുവാരി തവണ 2004 ജനങ്ങൾ LDF-ൽ അർപ്പിച്ച വിശ്വാസമുണ്ട്. BJP ഇതര സർക്കാർ സൃഷ്ടിക്കാൻ, BJPക്കെതിരെ ശക്തമായ രാഷ്ട്രീയം പറയാൻ LDF-ൻ്റെ അംഗബലം വർദ്ധിക്കണം. ആ പൊളിറ്റിക്സാണ് ഇപ്പോൾ 2004 2024. ഓക്കെ. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബേജാറ് കാരണമാണ് UDF ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് മന്ത്രി മറുപടി നൽകുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ ഇത്തവണ LDF തൂത്തുവാരുമെന്നൊരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തോത്തിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.